കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സേവാഭാരതി നിർമ്മിച്ചു നൽകുന്ന വീടുകൾ തയ്യാറായി. 8 വീടുകൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജൂൺ 23-ന് സമർപ്പിക്കും. സേവാഭാരതിയുടെ തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. വീണ്ടും ഒരു മനസ്സിനെ തൊടുന്ന വാർത്ത. ഒക്ടോബർ 16-ന് കൂട്ടിക്കൽ കൊക്കയാർ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടത് നിരവധി പേർക്കാണ്. ദുരന്തമുഖത്ത് സേവാനിരതരായിരുന്ന സേവാഭാരതി അവർക്ക് നൽകിയ വാക്ക് പാലിക്കപ്പെടുന്നു. അർഹരായ 12 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനായിരുന്നു തീരുമാനം. സ്വന്തമായി ഭൂമിയുണ്ടായിരുന്ന 4 കുടുംബങ്ങൾക്ക് നേരത്തെ വീട് നിർമ്മിച്ചു നൽകി. ഭൂമിയില്ലാതിരുന്ന 8 കുടുംബങ്ങൾക്കുള്ള ഭൂമി വാങ്ങി വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. അതിന്റെ സമർപ്പണവും താക്കോൽദാനവും ജൂൺ 23-ന് കേരള ഗവർണർ നിർവഹിക്കും. 8 കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങി കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു പ്രദേശത്തേക്ക് മാറ്റി അവിടെ നമ്മൾ വീട് നിർമ്മിച്ചു. അതിൻ്റെ താക്കോൽദാനം ഈ തിങ്കളാഴ്ച ബഹുമാന്യനായിട്ടുള്ള കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം നിർവഹിക്കുകയാണ്. ഒന്നിച്ചാണ് ഈ വീടുകൾ ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ 50 സെന്റ് സ്ഥലം വാങ്ങിയാണ് പൂർണ്ണ സൗകര്യങ്ങളോടെ വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. വസ്തു ആധാരം ചെയ്ത് പൂർണ്ണ അധികാരവും ദുരന്തബാധിതർക്ക് നൽകുന്ന തരത്തിലാണ് സേവാഭാരതിയുടെ പ്രവർത്തനം. നമ്മൾ പൂർണ്ണ അധികാരത്തോടെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. സ്ഥലം അവരുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് പൂർണ്ണമായും ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടെത്തിയ അവിടെ പ്രളയം നടന്ന സമയത്ത് നമ്മളുടെ പ്രവർത്തനം നല്ലൊരു കാര്യം വ്യാപകമായി തന്നെ 35 ദിവസത്തോളം സേവാഭാരതിയുടെ പ്രവർത്തകർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേ അപേക്ഷകരെ സ്വീകരിച്ചും നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുമായ 12 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തത്. സംപൂജ ഗരുഡ ധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് എസ് സുദർശൻ സേവാ സന്ദേശം നൽകും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയ് ഹരി എന്നിവർ പങ്കെടുക്കും. ജനം, കോട്ടയം.